എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇതാണ് പുളിയാറില. അപ്പൊ പേര് പോലെ തന്നെ ഈ ഇലകൾക്ക് പുളിരസമാണ്, പിന്നെ ഒരു ചവർപ്പും കൂടി ഉണ്ട് ഇലകൾക്ക്. പിന്നെ കണ്ട ഇത് ഒരു 6 ഇല കൂടി ചേർന്നതാണ് ഒരില. ഇതിന്റെ ഇലകളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കണത്. പിന്നെ ഇതുമല്ല ഒരു മഞ്ഞ പൂക്കൾ ഉണ്ടാവും. കണ്ട ഇതിന്റെ ആ മുട്ടാണിത്. ഇപ്പൊ ഒരു മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പയറ് പോലത്തെ വിത്തുകളൊക്കെ വരും ഈ ചെടിക്കും. അപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നാണ് ഈ പുളിയാറില. പിന്നെ ഇപ്പൊ ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണേണ്. നമ്മൾ നട്ട് വളർത്തിയാൽ മാത്രമേ ഇന്നിപ്പോ ഇത് ഉണ്ടാവുള്ളൂ. അപ്പൊ പ്രധാനമായിട്ടും ഇത് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ വായിലും വയറിലൊക്കെ ഉണ്ടാകുന്ന അൾസർ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ അത്യുത്തമമാണ് ഈ പുളിയാറില. വൈറ്റമിൻ സി, വൈറ്റമിൻ ബി, അയൺ, കാൽസ്യം, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് പുളിയാറിലയിലുള്ളത്. ഇപ്പൊ പുളിയാറിലിട്ട് വെള്ളം തിളപ്പിച്ച് ഇപ്പൊ നമ്മ ഗാർഗിൾ കൊണ്ടാല് തൊണ്ടവേദനയൊക്കെ മാറിക്കിട്ടും. പിന്നെ ആ പുളിയാറിലിട്ട് വെള്ളം ഉപയോഗിച്ച് ആവി പിടിച്ചാല് അലർജി മൂലമുള്ള ജലദോഷം, തുമ്മലിനൊക്കെ നല്ലതാണ്. പിന്നെ മൂലക്കുരുവിനൊക്കെ നമ്മ പുളിയാറില സമൂല അരച്ചെടുത്ത നീര് കൊഴുപ്പ് മാറ്റിയ മോരിൽ കലക്കി കുടിക്കുന്നത് അത്യുത്തമമാണ്. പിന്നെ അരിമ്പാറയൊക്കെ ഉള്ളെടുത്ത് നമ്മ ഈ പുളിയാറിലയുടെ നീരും ഉള്ളിനീരും സമൂലം ചേർത്ത് അരച്ചിട്ടാല് അരിമ്പാറ മാറും. പിന്നെ പുളിയാറില അരച്ച് പുരട്ടുന്നത് മൈഗ്രെയിനൊക്കെ നല്ലതാണ് കേട്ടാ. പിന്നെ നമുക്കിത് എങ്ങനെയൊക്കെ കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇലകള് നമുക്ക് ചവച്ചരച്ച് കഴിക്കാം, മോരിൽ കാച്ചി കഴിക്കാം, ജ്യൂസാക്കി കഴിക്കാം, ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം. പിന്നെ നമുക്ക് കറിയിലും സലാഡിലൊക്കെ ചേർത്ത് കഴിക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒന്നാണ് ഈ പുളിയാറില. പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറഞ്ഞാല് ഇപ്പൊ ഇതേപോലെ കണ്ട ഇതാണ് ഇതിന്റെ പയറ് പോലത്തെ കായാണ്. ഇത് പൂവുണ്ടായി കഴിഞ്ഞിട്ട് വന്നാണ് ഇതിന്ന് വിത്തുകൾ ഉണ്ടാവും. വിത്തുകൾ വീണ് ഇഷ്ടം പോലെ തൈ മുളക്കും. അല്ല എങ്കിൽ നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ട് ഇപ്പൊ വേരുള്ള തൈക്കളായിരിക്കുള്ളൂ നിറച്ച് കണ്ട ഈ വേരപ്പാട് എടുത്തിട്ട് നമുക്ക് വളർത്താം. ചട്ടിയിൽ വളർത്താം, ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ വേണ്ടി നല്ലതാണ്. കാരണം നിറച്ചിങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ. അപ്പൊ നമുക്കൊരു ഔഷധ ചെടിയുമാണ്. നമുക്ക് ഇന്ന് എല്ലാവർക്കും വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ന് ഇത് കിട്ടുള്ളൂ. പറമ്പിൽ നിന്നൊന്നും നമുക്കിന്ന് പറിച്ചെടുക്കാൻ കിട്ടൂല. അപ്പൊ നമുക്ക് തണ്ടുമുറ്റൊക്കെ നടാം. പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നനച്ചു കൊടുക്കണം കേട്ടോ. നനച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോണ ചെടിയാണ് ഈ പുളിയാറില. അപ്പൊ വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് നനച്ചു കൊടുത്തതിനേല് നന്നായിട്ട് ഇതേപോലെ കണ്ട ഇതിങ്ങനെ തൂങ്ങി തൂങ്ങി വളരണതാണ്, ഇങ്ങനെ പടർന്ന പോലെ. അപ്പൊ നമുക്ക് ഈ ഹാങ്ങിങ്ങിലൊക്കെ ഇട്ടുകഴിഞ്ഞാല് നിറച്ച് ചട്ടി നിറഞ്ഞ് വളർന്ന് കിടക്കും. അപ്പൊ നമ്മ ഹാങ്ങിങ്ങിലൊക്കെ ഒരുപാട് ചെടികൾ ഇടണാണ്. അതിന് പകരം നമുക്ക് പുളിയാറിലൊക്കെ വെച്ച് പിടിപ്പിക്കാം. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും പുളിയാറിലേക്ക് ഇട്ട് മോര് കാച്ചിയൊക്കെ കഴിക്കുമായിരുന്നു. നല്ല ടേസ്റ്റ് ആണ് മോര് കാച്ചാനൊക്കെ. നല്ലൊരു പുളിരസമൊക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമ്മ പണ്ട് കാലത്തൊക്കെ ചമ്മന്തിയിലൊക്കെ നമ്മ പുളിയാറിൽ ഉപയോഗിക്കുമായിരുന്നു. പുളിരസമാണല്ല ഇത്. നമുക്ക് വെറുതെ ചവച്ചരച്ചും കഴിക്കാട്ടോ പുളിയാറില. പിന്നെ നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സലാഡിലൊക്കെ അരിഞ്ഞിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഏത് വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ പുളിയാറില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഔഷധ ചെടി തന്നെയാണ് പുളിയാറില. നമുക്ക് ചെടിച്ചട്ടി വളർത്താം, താഴെ വളർത്താം. താഴെ ഇങ്ങനെ പടർന്ന് കിടക്കും. പിന്നെ ചെടിച്ചട്ടിയിലെ ഹാങ്ങിങ് ബോട്ടിൽ വളർത്താം. അതേപോലെ വെർട്ടിക്കൽ ഗാർഡനിൽ വളർത്താം. അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് എവിടെ വേണമെങ്കിലും വളർത്താൻ പറ്റിയതാണ് പുളിയാറില. അപ്പൊ എല്ലാവരും പുളിയാറിലയുടെ ചെടിയൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.